ഗാസയിൽ സമാധാനം പുലരില്ലേ? ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇസ്രായേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചു. ഒപ്പം ബന്ദികളെ പരസ്പരം കൈമാറുകയും ചെയ്തു. എന്നാൽ ഗാസയിൽ വെടിവെച്ച് നിലച്ചിട്ടില്ല. ഗാസയിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ദുവമുഷ് വംശവുമായാണ് ഹമാസ് ഏറ്റുമുട്ടുന്നത്. ആരാണ് ദുവാമുഷുകൾ? ഗാസയിലെ തുർക്കി വംശജരാണ് ദുവാമുഷുകൾ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഗാസയിൽ സ്ഥിരതാമസമാക്കിയവരാണ് ഈ തുർക്കി വംശജർ. പാരമ്പര്യ വൈരികളാണ് ഹമാസും ദുവാമുഷുകളും. ഈ വംശജർക്ക് ഹമാസുമായി നീണ്ടകാലത്തെ ഏറ്റുമുട്ടലിൻ്റെ ചരിത്രമുണ്ട്. ഫത്താഹ് മുൻ നേതാവ് മുഹമ്മദ് ദഹ്ലാനുമായി ദുവമുഷുകൾ ബന്ധം സ്ഥാപിച്ചതാണ് ഹമാസിനെ ചൊടിപ്പിച്ചത്. 2006-ൽ ഹമാസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. പിന്നാലെ ഹമാസും ഫത്താഹും തമ്മിൽ സംഘർഷം ഉടലെടുത്തു. ഈ സംഘർഷത്തിൽ ദുവാമുഷുകൾ ഫത്താഹിനൊപ്പമാണ് നിന്നത്. ഇതും ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള അകൽച്ച കൂട്ടി. ദുവാമുഷിൻ്റെ നേതാക്കൾക്ക് ഇസ്രായേലുമായി ബന്ധമുള്ളതായും ആരോപണമുണ്ട്. എന്നാൽ ഇക്കാര്യം ദുവാമുഷിൻ്റെ നേതാക്കൾ നിഷേധിച്ചിരുന്നു. മുതിർന്ന നേതാവായ സാലിഹ് ദുവാമുഷ് ഇസ്രായേലുമായി ബന്ധം പുലർത്തിയതായി ആരോപിക്കപ്പെട്ടിരുന്നു. സാലിഹ് ദുവാമുഷിൻ്റെ വധശിക്ഷയ്ക്ക് ശേഷം ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി. ഗാസയിലെ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് ഗാസയിലെ ഗ്രൂപ്പുകൾക്ക് ഇസ്രായേൽ ധനസഹായം ഉൾപ്പെടെയുള്ള പിന്തുണ നൽകുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനാൽ നിലവിലെ സംഘർഷങ്ങളിൽ ഇസ്രായേലിൻ്റെ പങ്കും സംശയിക്കുന്നുണ്ട്. ഞായറാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ 8 ഹമാസ് അംഗങ്ങൾ ഉൾപ്പെടെ 27 പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഗാസ നഗരത്തിലെ സാബറയിൽ വെച്ച് ഹമാസും സായുധ സംഘവും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഈ ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് പലസ്തീൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടത്. 2025 ഒക്ടോബർ 10-11 തീയതികളിൽ തെക്കൻ ഗസ നഗരത്തിൽ ദുവാമുഷിൻ്റെ ശക്തി കേന്ദ്രമായ തെൽ അൽ ഹാവയിൽ ഹമാസ് സുരക്ഷാ സേന ഓപ്പറേഷൻ ആരംഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് നിലവിലെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അതിനിടെ കരാർ പ്രകാരം 4 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് വിട്ടു നൽകി. ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്നും അല്ലെങ്കിൽ അമേരിക്ക അവരെ നിരായുധീകരിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കൂടുതൽ മൃതദേഹങ്ങൾ ഹമാസ് വിട്ടു നൽകി. ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. അതിനാൽ ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം നിയന്ത്രിക്കാനും ഈജിപ്തിലേക്കുള്ള തെക്കൻ അതിർത്തി തുറക്കുന്നത് വൈകിക്കാനും തീരുമാനിച്ചതായി ഇസ്രായേൽ പ്രഖ്യാപിച്ചു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഹമാസ് പറയുന്നത്. ഇസ്രായേൽ നൽകിയ 45 തടവുകാരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും തിരിച്ചറിയാനായിട്ടില്ലെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ഇവരുടെ പേരുകൾ ഇസ്രായേൽ കൈമാറിയിട്ടില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എല്ലാ മൃതദേഹങ്ങളും കൈകളും കാലുകളും കെട്ടിയിട്ട നിലയിലും വെടിയേറ്റ നിലയിലുമാണ്. ഇവർ എങ്ങനെ എപ്പോൾ മരിച്ചു എന്ന കാര്യത്തിലും വ്യക്തതയില്ലെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നു.